PSC റാങ്കറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ലാസ്റ്റ് ഗ്രേഡ് സർവൻസിൻ്റെ ഷോർട്ട് ലിസ്റ്റുകൾ വന്നു തുടങ്ങി. അപ്പോൾ ആദ്യമായിട്ട് തിരുവനന്തപുരം ജില്ലയിലെ വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റ്സിലേക്കുള്ള LGS ഷോർട്ട് ലിസ്റ്റാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കാറ്റഗറി നമ്പർ 535/2023 ഈ തിരുവനന്തപുരം ജില്ലയുടെ LGS പരീക്ഷ നടന്നിരുന്ന തീയതി, OMR ടെസ്റ്റ് നടന്നിരുന്നത് 30/11/2024. അപ്പോൾ ഇത് പ്രകാരം നിങ്ങൾ പ്രൊഫൈൽ മെസ്സേജ് അപ്ലോഡ് ചെയ്ത് കൊടുത്തവരും കൊടുക്കാത്തവരുമായിട്ടുള്ള തിരുവനന്തപുരം ജില്ലയിലെ LGS പരീക്ഷ എഴുതിയിട്ടുള്ള എല്ലാ ഉദ്യോഗാർത്ഥികളും നിങ്ങൾ ഈ ഷോർട്ട് ലിസ്റ്റ് അല്ലെങ്കിൽ പ്രോബബിലിറ്റി ലിസ്റ്റ് നോക്കിയിട്ട് നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ ഉണ്ടോ എന്ന് വെരിഫൈ ചെയ്യുക. ഇനി ഈ രജിസ്റ്റർ നമ്പർ PSCയുടെ വെബ്സൈറ്റിലുണ്ട്. ഇത് ന്യൂമറിക്കൽ സീക്വൻസിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്, അല്ലാതെ റാങ്കിൻ്റെ അടിസ്ഥാനത്തിലല്ല. ഈ പ്രോബബിലിറ്റി ലിസ്റ്റിൻ്റെ മെയിൻ ലിസ്റ്റിൽ 1094 ഉദ്യോഗാർത്ഥികളും സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 1139 ഉദ്യോഗാർത്ഥികളും അതുപോലെ തന്നെ ഡിഫറൻഷ്യലി ഏബിൾഡ് ലിസ്റ്റിൽ 44 ഉദ്യോഗാർത്ഥികളാണ്. അങ്ങനെ പ്രോബബിലിറ്റി ലിസ്റ്റിൻ്റെ ടോട്ടൽ നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് 2277 പേരാണ്. ഏറ്റവും കൂടുതൽ ഉദ്യോഗാർത്ഥികൾ അപേക്ഷിക്കുകയും അതുപോലെ തന്നെ കൺഫേം ചെയ്യുകയും ഏറ്റവും കൂടുതൽ ഉദ്യോഗാർത്ഥികൾ പരീക്ഷ എഴുതുകയും ചെയ്ത ജില്ലയാണ് തിരുവനന്തപുരം. 31,420 പേരാണ് തിരുവനന്തപുരം ജില്ലയിൽ ഈ LGS പരീക്ഷ എഴുതിയിട്ടുള്ളത്. ഇനി ഇതിൻ്റെ ഈ പ്രോബബിലിറ്റി ലിസ്റ്റിൽ ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയിട്ടുള്ള ഉദ്യോഗാർത്ഥികളെയാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അതായത് OMR ടെസ്റ്റ് 30/11/2024 നടത്തിയിട്ടുള്ള OMR ടെസ്റ്റിലത്തെ ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ. അപ്പോൾ മെയിൻ ലിസ്റ്റിൽ 1094 ഉദ്യോഗാർത്ഥികളാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിലത്തെ ലാസ്റ്റ് കാൻഡിഡേറ്റ് നേടിയിട്ടുള്ള മാർക്ക്, അതായത് ഈ പരീക്ഷയുടെ കട്ട് ഓഫ് മാർക്ക് എന്ന് പറയുന്നത് 65.33 ആണ്. ഇനി കമ്മ്യൂണിറ്റിക്കാരുടെയും റിസർവേഷൻ കാറ്റഗറി അതുപോലെ ഡിഫറൻഷ്യലി ഏബിൾഡ് കാറ്റഗറിയുടെയൊക്കെ പ്രാതിനിധ്യം ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് അവരുടെ കട്ട് ഓഫ് മാർക്ക് ഇതിലും താഴ്ത്തിയിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളവർ നിങ്ങൾ വൺ ടൈം വെരിഫിക്കേഷനായിട്ട് നിങ്ങളുടെ ഒറിജിനൽ ഡോക്യുമെൻറ്റ്സ് അതിൻ്റെ റെഡിയാക്കി വയ്ക്കുക. അതിൻ്റെ ഡേറ്റ്, ടൈം, സ്ഥലമൊക്കെ PSC പിന്നീട് അറിയിക്കും. SMS വഴിയോ അല്ലെങ്കിൽ പ്രൊഫൈൽ മെസ്സേജ് വഴിയൊക്കെ അറിയിക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ഈ ഡോക്യുമെൻറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ ഫെയിൽ ചെയ്യുകയാണെങ്കിൽ ഇവരുടെ ആപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്യുമെന്നും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവ് ഇത് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യാം. ഓക്കെ, താങ്ക് യു.